സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായില്ല എന്ത് വീഡിയോ ഇട്ടിട്ട്. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഇടിയപ്പമാവ് കൊണ്ട് ഒരു പാലപ്പം ഉണ്ടാക്കാനെന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ട് നോക്കാം. ബാക്കി വന്ന ഇടിയപ്പമാവ് നമ്മൾ കൊഴക്കട്ടയോ ഒക്കെ അല്ലേ ഉണ്ടാക്കാറ്. ഇനി മുതൽ നമുക്ക് പാലപ്പവും കൂടെ ഉണ്ടാക്കാം. ഇടിയപ്പം കുറച്ച് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് മാവ് അധികം വന്ന് അത് നമുക്ക് പാലപ്പത്തിനാക്കി കാണിക്കാവേ. ഇടിയപ്പത്തിന് വെച്ച ബാക്കി വന്ന മാവ് കൊണ്ടേ നമുക്കിതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാവേ. അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഒത്തിരി നോക്കിയേ വെള്ളം ഒഴിക്കാവുള്ളേ. എന്നിട്ട് ഇത് നല്ല പോലെ ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കണേ. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി ബാക്കി ചേരുവകൾ ചേർക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരയും എടുത്തിട്ടുണ്ട്, 4 ടേബിൾ സ്പൂൺ ചോറും എടുത്തിട്ടുണ്ട്, ഒരല്പം ഈസ്റ്റുവേ. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണേ. ഈ തേങ്ങാപ്പീര മിക്സിയിലിട്ട് കൊടുക്കാവേ. അതുപോലെ തന്നെ ചോറും ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഏത് ചോറാണേലും കുഴപ്പമില്ലേ, അതിലേക്ക് ഒരു ശകല ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഒത്തിരി വേണ്ട, ഇതരയാൻ മാത്രം. നമ്മൾ തേങ്ങയും ചോറും ഈസ്റ്റും അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ബാക്കി വന്ന ഇടിയപ്പത്തിൻ്റെ മാവും കൂടെ ഈ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാവേ. നമ്മൾ ഇതേണ്ട അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആക്കാവേ. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇടിയപ്പമാവിന് നമ്മൾ ഉപ്പ് ചേർത്താണേ. അതുകൊണ്ട് ഉപ്പ് ആവശ്യം നോക്കിയിട്ട് ഉപ്പ് ചേർക്കണേ. ഒരു 2 മണിക്കൂർ ഇതൊന്ന് അടച്ച് വെക്കാം. മാവെല്ലാം ദേ പുളിച്ച് വന്നിട്ടുണ്ട്. ദേ കണ്ടോ, പുളിച്ച് ഇതായിട്ടുണ്ട്. നമുക്കിനി പാലപ്പം ചുട്ടെടുക്കാവേ. നമ്മൾ ഈ ഇടിയപ്പമാവ് ബാക്കി വരുന്നതേ എല്ലാവരും കുഴക്കട്ടയോ അല്ലെ ഇലയിലൊക്കെ പരത്തുമല്ലേ. ഇത് നമുക്ക് ബാക്കി വരുന്ന മാവ് കൊണ്ട് പാലപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ടി സ്റ്റൗ കത്തിച്ച് നമ്മളൊരു അപ്പച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇച്ചിരി നല്ലെണ്ണ തൂത്ത് കൊടുക്കാവേ. ഇനി അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇത് തവി കൊണ്ട് തന്നെ നമുക്കിങ്ങനെ നിരത്താവേ. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം. തീ കൊടുക്കണേ. നമുക്ക് തുറന്ന് നോക്കാവേ. കണ്ടോ, അപ്പോൾ ഇതായി. നല്ല പാലപ്പം അങ്ങനെയായി. എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. അടുത്ത ഒന്നുകൂടെ നമുക്ക് ഒഴിച്ച് നോക്കാവേ. നമുക്ക് എണ്ണ തൂക്കാം. ഒരു തവി മാവും കൂടെ ഒഴിക്കാം. ഇനി അടച്ച് വെക്കാവേ. അടുത്ത എപ്പവും കൂടെ നമുക്ക് തുറന്ന് നോക്കാവേ. അതെന്തേ നല്ല ഈ ബബിൾസൊക്കെ വന്ന് നല്ല റെഡി ആയിട്ടുണ്ട്. ആരെങ്കിലും ഇത് പറയുമോ ഇടിയപ്പമാവും കൊണ്ട് ഉണ്ടാക്കിയ പാലപ്പമാണ്. ഇനി ഇടിയപ്പവും പാലപ്പവും ഒന്നിച്ച് കഴിക്കാം. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യിക്കണേ. നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.